ഹായ്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സ്പോർട്സ് ആൻഡ് വെൽനസ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കുറച്ച് ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടോപ്പിക്കാണ് ഹൗ ടു സ്റ്റാർട്ട് ആൻ എക്സസൈസ് പ്രോഗ്രാം. ഒരു എക്സസൈസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നാലേ പലപ്പോഴും ഒരു എക്സസൈസ് പ്രോഗ്രാം എഫക്റ്റീവായി മാറുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സസൈസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെക്ക് യുവർ ഹെൽത്ത്. നമ്മുടെ കറണ്ട് ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം പലപ്പോഴും നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമുക്ക് ഈ എക്സസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കൊരു ഇഞ്ചറി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇഞ്ചറി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റെസ്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ഡിഫറെൻറ്റ് ടെസ്റ്റിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ഫാറ്റ് റേഷ്യോ എങ്ങനെയാണ്, നമുക്ക് നമ്മുടെ ബോഡിയുടെ ഒബീസിറ്റി വല്ലതും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഹെൽത്ത് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ബോഡി ചിലപ്പോൾ ആ ഒരു എക്സസൈസിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് യുവർ ഹെൽത്ത് സ്റ്റാറ്റസ്. രണ്ടാമത്തെ പോയിന്റ് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലൊരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ എപ്പോഴും അച്ചീവബിൾ ആയിരിക്കണം, നമുക്കത് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അത് നമുക്ക് മെഷർ ചെയ്യാനായിരിക്കണം സാധിക്കണം. അപ്പം അത് സ്പെസിഫിക് ആവണം, റിലവൻ്റ് ആവണം. നമ്മളെ ഫീൽഡുമായിട്ട് തിരിച്ചാൽ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഏതൊരു എക്സസൈസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് ആ ഒരു ടാർഗറ്റിൽ എത്താൻ പറ്റും. പലപ്പോഴും ഈ ഗോൾസാണ് നമ്മളെ ട്രെയിനിങ്ങിന് മുന്നോട്ട് നയിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു റിയലിസ്റ്റിക് ഗോൾസ്, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ എക്സസൈസിൽ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സെറ്റ് റിയലിസ്റ്റിക് ഗോൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചെക്ക് യുവർ കറണ്ട് ഫിറ്റ്നസ് ലെവൽ. നിങ്ങളുടെ കറണ്ട് ഫിറ്റ്നസ് ലെവൽ നിങ്ങൾ അസസ് ചെയ്തിരിക്കണം. കാരണം ഇത് വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മൾ ഏത് വർക്കൗട്ടിൽ തുടങ്ങണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ കറണ്ട് ഫിറ്റ്നസ് അസസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് നമുക്ക് ലോഡ് താങ്ങാൻ പറ്റാതെ വരും. അങ്ങനെ ലോഡ് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പ്രോപ്പർ റിക്കവറി ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് ഈ ഒരു എക്സസൈസ് നിർത്തി പോകുന്നതായിട്ട് കാണാം. പലപ്പോഴും പല ആൾക്കാരും എക്സസൈസ് തുടങ്ങുമ്പോൾ ഈ ഒരു കറണ്ട് ഫിറ്റ്നസ് ലെവൽ അസസ് ചെയ്യാതെ എക്സസൈസ് ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ട്രെയിനിങ് പോയി ചിലപ്പോൾ 2 ദിവസം പോകും, 3-ാമത്തെ ദിവസം ഈ ഒരു എക്സസൈസ് പ്രോഗ്രാം മുടങ്ങുന്നതായിട്ട് കാണാം. അതിന് പ്രത്യേകിച്ച് നമ്മളെ സ്റ്റാറ്റസ് നമ്മൾ അസസ് ചെയ്യാത്തതുകൊണ്ടാണ്. എന്നാലേ നമുക്ക് അവിടുന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ദ എക്സസൈസ് ഫ്രം സ്ലോ ടു ഹൈ. എപ്പോഴും നമ്മൾ എക്സസൈസ് തുടങ്ങുന്നത് ഒരു ലോ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് തുടങ്ങുക. കാരണം ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അഡാപ്റ്റേഷൻ പോസിബിൾ ആവും. അത് കഴിഞ്ഞ് നമ്മൾ മീഡിയത്തിലേക്ക് വരിക. ആ മീഡിയം കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി എത്താനായിട്ട് പറ്റും. അതായത് എപ്പോഴും ഒരു എക്സസൈസിൻ്റെ പ്രോഗ്രഷൻ ഉണ്ടാവും, എന്നാലേ ആ ലോഡ് അഡാപ്റ്റേഷൻ ഉണ്ടാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം ലോ ഇൻറ്റൻസിറ്റി തുടങ്ങി അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. കാരണം ഏതൊരു എക്സസൈസ് പ്രോഗ്രാമിനും അഡാപ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു 14 ഡേയ്സിലാണ് നമ്മൾ എക്സസൈസ് അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻറ്റൻസിറ്റി കണക്കാക്കി നമ്മുടെ ആദ്യത്തെ 2 വീക്സ് അങ്ങനെ തുടർന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ലോഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾവേസ് പ്ലാൻ ദ എക്സസൈസ് ഫ്രം സ്ലോ, മോഡറേറ്റ് ടു ഹൈ, ഇങ്ങനെ പ്ലാൻ ചെയ്യണം. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ടേക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻ. ഈ ഫീൽഡിൽ എക്സ്പേർട്ടായ ആൾക്കാരുടെ ഒപ്പീനിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന റോങ് എക്സസൈസ് ആയിരിക്കും. കാരണം എക്സസൈസിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഡോൺസ് ആണ്. എന്തൊക്കെ എക്സസൈസ് ചെയ്തുകൂടാ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡോൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി നമ്മുടെ എക്സസൈസ് പ്രോഗ്രാം കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് പല ആൾക്കാരും പല എക്സസൈസ് ചെയ്യുമ്പോഴും റോങ് പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സ്പേർട്ട് ഒപ്പീനിയൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ലോഡ് പ്രോഗ്രഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യും. നമ്മൾ ഓരോ വർക്കൗട്ടും മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലാൻ വർക്കബിൾ ആണോ അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ ഈ ഒരു കാര്യത്തിൽ എടുത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു ഡിസൈൻ നമുക്കുണ്ടാവും, ഒരു സ്ട്രക്ചേർഡ് വർക്കൗട്ട് നമുക്ക് തരും. ആ വർക്കൗട്ടിനനുസരിച്ച് നീങ്ങാനായിട്ട് പറ്റും. അതുകൊണ്ട് എക്സ്പേർട്ട് ഒപ്പീനിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി മാറണം. ഇത് നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായി മാറണം.
നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് ചെയ്യണം എന്ന് ഒരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറിയാലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ എക്സസൈസ് ഒരു ഹാബിറ്റാക്കി മാറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എന്ത് മഴയായാലും വെയിലായാലും നമ്മുടെ എക്സസൈസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും എന്നൊരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എക്സസൈസ് ഒരു ഹാബിറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ദ 7th പോയിന്റ് ഈസ് കീപ്പ് ഓൺ മോട്ടിവേറ്റിംഗ്. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല മോട്ടിവേറ്റർ. കാരണം നമ്മൾ എക്സസൈസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തലേന്നോ അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഓർക്കാൻ പറ്റിയൊരു കാരണമാണ് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ഈ എക്സസൈസ് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ബോഡി ഫിറ്റ് ആക്കണം, എൻ്റെ ബോഡിയാണ് എൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നൊരു തോന്നൽ നമ്മൾ മനസ്സിലുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ പിന്തുടരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സസൈസ് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതൊരു നാച്ചുറലി ഒരു ഹാബിറ്റായി മാറും. അതിനൊപ്പം തന്നെ മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാരുടെ ആഗ്രഹം 6 പാക്ക്, ആ 6 പാക്കിന് വേണ്ടി അവർ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സെൽഫ് മോട്ടിവേഷനാണ്, എനിക്കത് വേണം, അല്ലെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി നല്ല ഷേപ്പായിരിക്കണം എന്നൊക്കെയുള്ള തോന്നൽ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് കീപ്പ് ഓൺ മോട്ടിവേറ്റിംഗ്. സെൽഫ് മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഒരിക്കലും വർക്കൗട്ട് പ്രോഗ്രാം തുടങ്ങാനായിട്ട് കണ്ടിന്യൂ ആയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ദ 8th പ്രോഗ്രസ് ഈസ് ചെക്കിങ് യുവർ പ്രോഗ്രസ്. കീപ്പ് ഓൺ ചെക്കിങ് യുവർ പ്രോഗ്രസ്. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സസൈസിൻ്റെ പ്രോഗ്രസ് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു മാർഗ്ഗമാണ് ഡിഫറെൻറ്റ് ടെസ്റ്റ്. ഓരോ എക്സസൈസിനും ഓരോ ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ വെച്ച് നമുക്ക് നമ്മുടെ ചെയ്യുന്ന എക്സസൈസ് ഇതിന് പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാൻ സപ്പോസ് ഇന്ന് എനിക്കൊരു 5 റൗണ്ട് ഓടാൻ പറ്റി, ഒരു 21 ഡേയ്സ് 28 ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്ക് അതൊരു എക്സ്റ്റെൻഡ് ചെയ്യാൻ മോർ റൗണ്ട്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രസ് ആണ്. അങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ ഫോളോ ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോഗ്രസ് മെഷർ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ എക്സസൈസ് പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വീക്ക് പ്ലാൻ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്തത്. അങ്ങനെ വീക്ക് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ എക്സസൈസ് പ്രോഗ്രാം കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പ്രോഗ്രസ് എപ്പോഴും മോണിറ്റർ ചെയ്യണം. ആ പ്രോഗ്രസ് മോണിറ്റർ ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആണ് നമ്മുടെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് പ്രോഗ്രാം നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെങ്കിൽ, കാർഡിയോ എഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആ ഹാർട്ട് റേറ്റ് ലോവർ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിക്കേഷനാണ് നമ്മൾ ഫിറ്റ്നസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് 9th പോയിന്റ് ഈസ് ചൂസിങ് ദ റൈറ്റ് ആക്ടിവിറ്റി. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സപ്പോസ് നിങ്ങൾ ഒരു ബോഡി ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ജിംനേഷ്യം ആയിരിക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത്. മറിച്ച് നിങ്ങളൊരു സ്പോർട്ടീവ് ഗെയിമിലൂടെ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാൻ, സപ്പോസ് ഫുട്ബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ വോളിബോൾ ഏതെങ്കിലും ഒരു ഗെയിം നിങ്ങൾ സെലക്ട് ചെയ്യാനായി ചൂസ് ദ റൈറ്റ് ആക്ടിവിറ്റി. അവിടെ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫിറ്റ്നസ് നിലനിർത്താനും എക്സസൈസ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനും വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ആക്ടിവിറ്റി പോയി നമ്മൾ ചെയ്താൽ നമുക്ക് വേണ്ടിപ്പോയാൽ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തിട്ട് ആ ആഴ്ച പലപ്പോഴും സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് വേണം. അപ്പം നമുക്ക് നമ്മളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ആക്ടിവിറ്റി ചൂസ് ചെയ്യുക. വേറെ ആരും പറയുന്നത് കേട്ട് നമ്മൾ ഫോഴ്സ് ചെയ്ത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഇന്ന ആക്ടിവിറ്റി ചൂസ് ചെയ്താൽ പലപ്പോഴും നമുക്കത് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരും. അത് നമുക്ക് തുടരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10th പോയിന്റ് ആണ് ലിസൺ ടു യുവർ ബോഡി. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. നിങ്ങൾ ബോഡി പറയുന്നത് കേൾക്കണമെന്നുള്ളതാണ്. കാരണം പലപ്പോഴും ചില വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ മേളിൽ തന്നെ നിൽക്കും, താഴോട്ട് വരില്ല. അത് പ്രോപ്പർ റിക്കവറി ഇല്ലാത്തതുകൊണ്ടാണ്. ആ സമയം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ എക്സസൈസ് ചെയ്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി തീർച്ചയായിട്ടും കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ ബോഡിയെ ലിസൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡിയെ ലിസൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് അഡാപ്റ്റേഷൻ നമുക്ക് തന്നെ അറിയാനായിട്ട് പറ്റും. നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് എത്രമാത്രം എഫക്റ്റീവായിട്ട് നമ്മുടെ മസിൽസിന് അത് താങ്ങാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോട്ടീസ് ചെയ്യണം. ആ നോട്ടീസ് ചെയ്യുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ വർക്കൗട്ട് പ്ലാൻ മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. 11th പോയിന്റാണ് ബി ഫ്ലെക്സിബിൾ. നിങ്ങളൊരു വർക്കൗട്ട് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. സപ്പോസ് നമ്മൾ ഇന്ന് ഒരു കണ്ടിന്യൂസ് 2 days ട്രെയിനിങ് പ്രോഗ്രാം ഇട്ടയാണ്.
സപ്പോസ് മൺഡേയും ട്യൂസ്ഡേയും നമ്മൾ വർക്കൗട്ട് ഇട്ടതാണ്. അപ്പോൾ സപ്പോസ് മൺഡേ നമ്മൾ ആ വർക്കൗട്ട് ചെയ്തപ്പോൾ നമുക്ക് ട്യൂസ്ഡേ അങ്ങോട്ട് ആ റിക്കവറി പ്രോപ്പറായിട്ട് ആയിട്ടില്ല. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ബി ഫ്ലെക്സിബിൾ, ചേഞ്ച് ദ വർക്കൗട്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ലോ ഇൻറ്റൻസിറ്റി ഗെയിം വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ ഒരു റിക്കവറി സെഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒരു റീജനറേഷൻ ഫേസിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വർക്കൗട്ട് പ്ലാനിനകത്ത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്നാലേ ഈ വർക്കൗട്ട് എഫക്റ്റീവ്. നമുക്ക് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളായിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ബോഡി അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചുറിയിലേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആവാൻ സാധിക്കണം. വർക്കൗട്ടിൽ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ ബോഡിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി തീർച്ചയായിട്ടും ആവശ്യമെന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് 12ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു എക്സസൈസ് പ്രോഗ്രാം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും അതിനൊരു വാമിംഗ് അപ്പ് ഉണ്ടായിരിക്കണം. കാരണം വാമിംഗ് അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എക്സസൈസ് പ്രോഗ്രാം എഫക്റ്റീവാക്കി മാറ്റാൻ പറ്റൂ. നമ്മൾ വാമപ്പ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി ഇഞ്ചുറി ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച വർക്കൗട്ട് പ്ലാൻ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റില്ല. കാരണം ബോഡി വാം ആവുന്നതനുസരിച്ചാണ് നമ്മുടെ വർക്കൗട്ട് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുന്നത്. കാരണം അപ്പോൾ നമ്മുടെ എല്ലാ ബോഡി പാർട്സും അതിനുവേണ്ടി പ്രിപ്പയർ ആവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ വർക്കൗട്ട് പ്ലാനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാവ് എ പ്രോപ്പർ വാമിംഗ് അപ്പ്. അതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രെച്ചസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാമിംഗ് അപ്പ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ആ ഗെയിം ആയിട്ട് സൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ആയിട്ട് സൂട്ട് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ആ വാമിംഗ് അപ്പ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൗ ടു സ്റ്റാർട്ട് ആൻ എക്സസൈസ് പ്രോഗ്രാം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാമിംഗ് അപ്പ്. ഇനി 13ാമത്തെ പോയിന്റാണ് വാമിംഗ് ഡൗൺ. അതായത് ഏതൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിക്കവറി സെഷൻ, അല്ലെങ്കിൽ കൂൾ ഡൗൺ സെഷൻ, അല്ലെങ്കിൽ വാം ഡൗൺ സെഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രോഗ്രാമിനും ഉണ്ടാവും എന്നുള്ളതാണ്. വാമിംഗ് അപ്പ്, സയൻസ് പറയുന്നത് വാമിംഗ് അപ്പിനെക്കാട്ടും പ്രധാനമാണ് വാമിംഗ് ഡൗൺ എന്നാണ്. കാരണം നമ്മൾ നാച്ചുറലി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി പോകും. ആ ഹാർട്ട് റേറ്റിനെ കുറച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് വെച്ചാൽ വാമിംഗ് ഡൗൺ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഏതൊരു എക്സസൈസ് പ്രോഗ്രാം ചെയ്താലും അതിന് തീർച്ചയായിട്ടും ഒരു വാമിംഗ് ഡൗൺ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് 14th പോയിന്റ് ഈസ് ന്യൂട്രീഷനാണ്. നമുക്കറിയാം, നമ്മുടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി റിപ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ന്യൂട്രീഷൻസ് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു വർക്കൗട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആ വർക്കൗട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഫർദർ ട്രെയിനിങ് ലോഡ് എടുക്കാൻ സാധിക്കുന്നതും നമ്മുടെ പ്രോട്ടീൻ കൊണ്ട് നമ്മുടെ ബോഡിയെ റിപ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ ചിലപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സെൽസ് ഡാമേജ് ഉണ്ടാകും. ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നത് നമ്മുടെ പ്രോട്ടീൻ ബോഡിയിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ന്യൂട്രീഷൻ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക, ഒരു ബാലൻസ് ഡയറ്റ് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് തുടരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ന്യൂട്രീഷനിസ്റ്റ് കൺസൾട്ട് ചെയ്ത് നല്ലൊരു ന്യൂട്രീഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15th വൺ ഈസ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ ഏതൊരു വർക്കൗട്ട് പ്ലാൻ തുടങ്ങുന്നതിന് മുന്നേയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രെയിനിങ് ചെയ്യുന്ന ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗ്രൗണ്ട് ആരാന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിലായിരിക്കും. നമ്മൾ വാട്ടർ ബോട്ടിൽ എപ്പോഴും നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. കാരണം വാട്ടർ ഒരു നല്ലൊരു ന്യൂട്രിയൻ്റ് ആണ്. അതിനകത്ത് കലോറി ഇല്ലെങ്കിൽ പോലും വാട്ടറിലേക്ക് നമുക്ക് സർവൈവ് ചെയ്യാൻ പാടായിരിക്കും. ബിക്കോസ് 70 to 75% ഓഫ് ബോഡി വെയിറ്റ് ഈസ് വാട്ടർ. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് പ്ലാൻ നമ്മൾ തീർച്ചയായിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വർക്കൗട്ട് ലോവറായിട്ട് വരും. നമുക്ക് ഈ ട്രെയിനിങ് താങ്ങാൻ പറ്റാതെയാവും. അപ്പം നമ്മുടെ ബോഡിയുടെ ഒരു ലിസൺ ടു യുവർ ബോഡി വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നുള്ളത്. നമ്മൾ എത്രത്തോളം നമ്മൾ വിയർക്കുന്നുള്ളൂ അത്രത്തോളം വാട്ടർ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 16th പോയിന്റ്, ഈ പോയിൻ്റാണ് ഞാൻ അവസാനത്തേക്ക് വെച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് മേക്ക് എ ട്രെയിനിങ് പ്ലാൻ. നമ്മൾ ചെയ്യുന്ന എക്സസൈസ് പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് FITT പ്രിൻസിപ്പിൾസ്. കാരണം നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അപ്പോൾ ഈ 16th പോയിന്റിനകത്താണ് ഏറ്റവും അവസാനമായിട്ട് ഇതെല്ലാം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു നല്ലൊരു വർക്കൗട്ട് പ്ലാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു FITT പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ ചെറുതായി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. കാരണം എന്നാലേ നമുക്ക് ഈ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. FITT പ്രിൻസിപ്പിൾസ് എന്താണ്? ഈ FITT പ്രിൻസിപ്പിൾസ് അതായത് നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ചില സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് ഫോളോ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നല്ലൊരു എക്സസൈസ് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് പറയുന്ന പേരാണ് FITT പ്രിൻസിപ്പിൾസ്. അപ്പോൾ FITTയിൽ F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, I എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി, T ഫോർ ടൈം ആൻഡ് T ഫോർ ടൈം.
അപ്പോൾ ഇങ്ങനെയാണ് FITT പ്രിൻസിപ്പിളിനകത്ത് വരുന്ന ഘടകങ്ങൾ. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പ്ലാൻഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ദർ ഇസ് നോ കൺസിസ്റ്റൻസി, അവിടെ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല. നമ്മുടെ എക്സസൈസ് പ്രോഗ്രാം കറക്റ്റായി മാറുകയില്ല. ഏതൊരു എക്സസൈസ് പ്രോഗ്രാം അതിൻ്റെ സയൻറ്റിഫിക് രീതിയിൽ ഡിസൈൻ ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവായി മാറുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ FITT പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ ദർ വിൽ ബി നോ ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മൾ ചെയ്ത് കുറേ നാൾ നോക്കുന്നുണ്ട്, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല. നമ്മൾ ഈ ഒരു എക്സസൈസ് പ്രോഗ്രാമിൽ നിന്ന് പലപ്പോഴും ആൾക്കാർ വിഡ്രോ ചെയ്യുന്നതായിട്ട് കാണാം. ഈ വിഡ്രോയിൽ ചെയ്ത് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ നല്ല ട്രെയിനറിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ തോന്നിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ദേ ആർ ഫോളോയിങ് ഗുഡ് സ്ട്രിക്ട്ലി ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രെയിനിങ്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്ന പാരാമീറ്റർ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഒരാഴ്ച എത്ര പ്രാവശ്യം എക്സസൈസ് ചെയ്യുന്നു, ഹൗ ഓഫൺ യു എക്സസൈസ് ഇൻ എ വീക്ക്, അതാണ് പ്രധാനമായിട്ടും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ലൊരു ഒരു ശരാശരി എക്സസൈസ് പ്രോഗ്രാമിന് വേണ്ടി സാധാരണ ആൾക്കാർ 3 to 5 days ആണ് ഒരാഴ്ചയിൽ എക്സസൈസിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ആ ഒരു പ്രോഗ്രഷനും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരാഴ്ചയിൽ എത്ര ദിവസം എക്സസൈസ് ചെയ്യുന്നതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ FITTയിലെ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് വരുന്ന മാറ്ററാണ് ഫ്രീക്വൻസി. അപ്പം ഹൗ ഓഫൺ യു എക്സസൈസ്. രണ്ടാമത്തതാണ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും തീവ്രത. നമ്മൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇമ്പ്രൂവ്മെൻറ്റിനെയും നമ്മുടെ ബോഡിയുടെ അഡാപ്റ്റേഷനെയും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി എങ്ങനെ കണക്ക് കൂട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു, അതിൽ വെയിറ്റ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓടുന്നതിന് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റെപ്പറ്റീഷൻസിൻ്റെ നമ്പർ കൂട്ടുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബൈ ആഡിങ് എക്സ്റ്റേണൽ വെയ്റ്റ്സ്, ബൈ റണ്ണിങ് ഫാസ്റ്റർ ഓർ ഡൂയിങ് മോർ നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻറ്റൻസിറ്റിയാണ് നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു പാരാമീറ്റർ. അത് ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രത്തോളം വേഗതയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ഏത് ലെവലാണ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തതാണ് നമ്മൾ പറയുന്നത് ടൈം എന്ന് പറയുന്നത്. ടൈം മീൻസ് ദ ഡ്യൂറേഷൻ ഓഫ് എക്സസൈസ്. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് എക്സസൈസ് ഹൗ മച്ച് ടൈം യു ആർ സ്പെൻഡിങ് ഫോർ ഈച്ച് എക്സസൈസ്. ഓരോ എക്സസൈസിനും വേണ്ടി നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു. സപ്പോസ് നമ്മൾ കാർഡിയോയ്ക്ക് വേണ്ടി 30 minutes ഓഫ് കാർഡിയോ, ഇങ്ങനെ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്യും. നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഒരു മിനിമം ഒരു 45 to 50 minutes, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു മിനിമം ഡ്യൂറേഷൻ വാക്കിംഗ്. അങ്ങനെ ഇങ്ങനെയുള്ള ഡ്യൂറേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനാണ് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു സെഷന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ടൈം, ആ ഡ്യൂറേഷൻ നമ്മൾ പ്ലാൻഡ് ആയിരിക്കും. എന്നാൽ മാത്രമേ ആ ഒരു എക്സസൈസ് പ്രോഗ്രാം എഫക്റ്റീവ് ആയി മാറും. ലാസ്റ്റ് T ഈസ് ഫോർ ടൈപ്പ്. എന്ത് ടൈപ്പ് എക്സസൈസ് ആണ് നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ചില ദിവസം കാർഡിയോ ആയിരിക്കും, അടുത്ത നെക്സ്റ്റ് ഡേ സ്പീഡായിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ഡേ സ്ട്രെങ്ത് ആയിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ഡേ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. ഇങ്ങനെ ടൈപ്പ് ഓഫ് എക്സസൈസ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിന് ഉള്ള ഡിഫറെൻറ്റ് എക്സസൈസസ്, അതിനെയാണ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നല്ലൊരു എക്സസൈസ് പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. അതായത് ഫ്രീക്വൻസി, ഇൻറ്റൻസിറ്റി, ടൈപ്പ്. ഇതിനെയാണ് FITT പ്രിൻസിപ്പിൾ വേണ്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഘടകങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വേണം. FITT പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ട്രെയിനിങ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. FITT പ്രിൻസിപ്പിൾസിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, അപ്പോൾ നമ്മുടെ ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യണമെന്ന് ചോദിച്ചാൽ 5 days in a week ആണ് പറയുന്നത്. അതിൽ തന്നെ 3 ദിവസം കാർഡിയോയും 2 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹൈ ആണ്. ഇനി അതിനകത്ത് എത്ര നേരം ചെയ്യണമെന്ന് ചോദിച്ചാൽ 45 minutes ആണ് ഒരു ഡ്യൂറേഷനായിട്ട് പറയുന്നത്. പിന്നെ അതിനകത്ത് എന്ത് കാർഡിയോ വർക്കൗട്ട് ഉൾപ്പെടുന്നു വെച്ചാൽ തീർച്ചയായിട്ടും റണ്ണിങ്, സൈക്ലിംഗ് ഉൾപ്പെടുത്താം, ഫുൾ ബോഡി സ്ട്രെങ്ത് ട്രെയിനിങ്. ഇങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്താൽ നിങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാർഡിയോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിൻ്റെ ഒരു FITT പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇത്രയും പോയിന്റ്സും തീർച്ചയായിട്ടും മനസ്സിൽ വെച്ചാൽ നമുക്കതൊരു എക്സസൈസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ വളരെ എഫക്റ്റീവായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാനും ഒപ്പം പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്.
ഈ ഹൗ ടു സ്റ്റാർട്ട് ആൻ എക്സസൈസ് പ്രോഗ്രാം എന്നിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത്രയും പോയിന്റ്സും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു വളരെ നല്ല എഫക്റ്റീവ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫിറ്റാവാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഫിറ്റാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രിൻസിപ്പിൾസൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ തീർച്ചയായിട്ടും ഒരു എഫക്റ്റീവ് എക്സസൈസ് പ്ലാൻ ഫോളോ ചെയ്ത് നമുക്ക് ഹെൽത്തിയായി ഒരു ക്വാളിറ്റി ലൈഫ് ബിൽഡ് ചെയ്ത് നമുക്കൊരു നേഷൻ ബിൽഡിംഗ് പ്രോസസ്സിലേക്ക് കടക്കാമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ആരോഗ്യമായി ഇരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തി നേഷൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കാണ് ഹൗ ടു സെലക്ട് പ്രോപ്പർ എക്സസൈസ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അത് ഒരു പരിധി വരെ നമ്മുടെ എക്സസൈസ് പ്രോഗ്രാമിനെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് പ്രോഗ്രാം തെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺസിഡർ യുവർ ഫിറ്റ്നസ് ഗോൾസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾസ് എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള എക്സസൈസ് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളൊരു 6 pack പ്ലാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും 6 pack ബിൽഡ് ചെയ്യാനുള്ള ട്രെയിനിങ് റുട്ടീൻ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. സപ്പോസ് നിങ്ങളൊരു എൻഡ്യൂറൻസ് ആക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള എഫിഷ്യൻസി കൂട്ടാനുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, നിങ്ങൾ അത്തരത്തിലുള്ള തീർച്ചയായിട്ടും എൻഡ്യൂറൻസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് സ്പീഡാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, നിങ്ങൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്പീഡ് ട്രെയിനിങ് ഫോളോ ചെയ്യേണ്ടി വരും. സപ്പോസ് നിങ്ങൾക്ക് അല്പം ഫ്ലെക്സിബിലിറ്റി കുറവാണ്, നിങ്ങളുടെ ബോഡി ഭയങ്കര റിജിഡാണ്, മസിൽസ് ഒക്കെ ഭയങ്കര റിജിഡായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനാണ് പോകേണ്ടത്. അപ്പം കൺസിഡർ യുവർ ഫിറ്റ്നസ് ഗോൾസ്. എന്താണോ നിങ്ങൾ ഫിറ്റ്നസ് ഗോൾസ് അതിനനുസരിച്ചുള്ള എക്സസൈസ് പ്രോഗ്രാം എക്സസൈസ് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ആക്ടിവിറ്റി ചൂസ് ആവുന്ന എക്സസൈസ് ആയിരിക്കണം, എന്നാലേ നമ്മുടെ ഫിറ്റ്നസ് ഗോളിലേക്ക് എത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഫോളോ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സസൈസ്. അതായത് നമുക്ക് പല എക്സസൈസും നമുക്കറിയാം, ചില എക്സസൈസ് നമ്മൾ കറക്റ്റായിട്ട് ആ പ്രൊസീജിയർ ഫോളോ ചെയ്തില്ലെങ്കിൽ പരിക്കുമാവും, നമ്മുടെ ബോഡിക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല, നമ്മളൊരു പലപ്പോഴും ഒരു അൺപ്രോപ്പർ ടെക്നിക്ക് ലേൺ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. എക്സസൈസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അത് പ്രൂവ്ഡ് ആണോ, ഈ എക്സസൈസ് കൊള്ളാമെന്ന് നോക്കിയിട്ട് വേണം തീർച്ചയായിട്ടും എക്സസൈസ് സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സസൈസ് പ്ലാനിനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ഏജ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ ഏജിന് പറ്റിയതാണോ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും നമ്മുടെ പലപ്പോഴും നമ്മൾ എൻഡുറൻസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ഒക്കെ ആക്ടിവിറ്റി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് അനുസരിച്ചായിരിക്കും. അതായത് ടാർഗറ്റ് ഹാർട്ട് റേറ്റ് മൈനസ് ഏജ് 220 മൈനസ് ഏജ്. അപ്പോൾ നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എത്ര വരാം എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആക്ടിവിറ്റി ഏത് എക്സസൈസാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആ ഏജിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക. നമ്മളിപ്പോൾ കുറേ പ്രായമായി നമുക്ക് എക്സസൈസിന് ലോഡ് എടുക്കാൻ പറ്റിയ ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ലോ ഇൻറ്റൻസിറ്റിയിലേക്ക് മാറുക. അല്ലെങ്കിൽ നമുക്ക് മീഡിയം ഇൻറ്റൻസിറ്റിയാണ് ചെയ്തത്, എന്നാൽ പിന്നെ മീഡിയം ഇൻറ്റൻസിറ്റി സൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് പോയിന്റ്, എക്സസൈസ് നമ്മൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് ഫിറ്റ്നസ് ലെവലിനനുസരിച്ചുള്ള എക്സസൈസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം കറണ്ട് ഫിറ്റ്നസ് ലെവലിലുള്ള എക്സസൈസ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ഓവർലോഡായി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓവർലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനിങ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് സെലക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ആ കറണ്ട് ഫിറ്റ്നസ് ലെവല് അസസ് ചെയ്യുക. എന്നാലേ ആ ഒരു എക്സസൈസ് പ്രോപ്പറാണോ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആ എക്സസൈസ് പലപ്പോഴും നമുക്ക് ദോഷമായി മാറും. ദെൻ ചൂസ് ആൻ എൻജോയബിൾ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പലപ്പോഴും അത് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കറിയാം, നമ്മൾ സപ്പോസ് ഫുട്ബോൾ ഒരു കുട്ടി കളിക്കാറിറങ്ങിയാൽ തീർച്ചയായിട്ടും ആ ബോൾ തട്ടുന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ നിന്ന് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. അത് അയാൾ ആ സ്യൂട്ടബിൾ ഇഷ്ടമുള്ള ആ ഒരു സ്പോർട്സിനോട് ഇഷ്ടം ഉണ്ടായാണ് ആ സന്തോഷം. പലപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, 1 മണിക്കൂർ കളിക്കുമ്പോൾ ഒന്നും അറിയാം, വേറെ ഒരു ടെൻഷനും ഉണ്ടാവാറില്ല. അത് പലപ്പോഴും ഈ ഹാപ്പി ഹോർമോൺസ്, അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി, എൻജോയബിൾ ആക്ടിവിറ്റി ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ എക്സസൈസ് പ്രോഗ്രാം നമ്മളെ സ്യൂട്ടായിട്ടുള്ളത്, നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതുമായി മാറുമ്പം ആ ഒരു എക്സസൈസ് പ്രോഗ്രാം വളരെ എഫക്റ്റീവായി മാറും എന്നുള്ളതാണ്. അടുത്ത പോയിന്റാണ് ഫിസിക്കൽ ലിമിറ്റേഷൻസ് യു ഹാവ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി വേണം നമ്മൾ എക്സസൈസ് സെലക്ട് ചെയ്യാൻ.
അല്ലെങ്കിൽ സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു മസിൽസ് അത്രയും വീക്കാണ്, ആ വീക്കാണെങ്കിൽ നമ്മുടെ ആ ഫിസിക്കൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ചുറി വന്നതാണ്, ആ ഇഞ്ചുറി വന്ന് നമ്മൾ റീഹാബ് ചെയ്ത് വരികയാണ്. അപ്പോൾ സപ്പോസ് ആ ഒരു പർട്ടിക്കുലർ ലെഗ് അല്ലെ അതിന് ഭയങ്കര വീക്കാണ്, കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരു മേജർ ഇഞ്ചുറി ഉണ്ടായി നമുക്ക് തിരിച്ചു വരാൻ കുറേ കൂടെ സമയം എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വേണം നമ്മൾ ആ എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. അവിടെ നമുക്ക് വേണ്ടത് റീഹാബിലിറ്റേഷൻ എക്സസൈസ് ആണ്. അല്ലെങ്കിൽ ഫിസിക്കൽ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ എക്സസൈസ് പ്രോഗ്രാം പ്രോപ്പർ എക്സസൈസ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ഇഞ്ചുറി പിന്നെയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത പോയിന്റാണ് ചൂസ് എക്സസൈസ് ദാറ്റ് ടാർഗറ്റ് സ്പെസിഫിക് മസിൽ ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് മസിൽ ഗ്രൂപ്പ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുന്ന എക്സസൈസ് സെലക്ട് ചെയ്യുക. പലപ്പോഴും നമുക്കറിയാം ഒരു ജോയിന്റിന് ചുറ്റും ഒരു ജോയിന്റ് സ്ട്രെങ്തൻ ആക്കുന്ന എപ്പോഴും അതിന് ചുറ്റും പറ്റിയിരിക്കുന്ന മസിൽസാണ്. ആ മസിൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടാർഗറ്റ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമുക്കറിയാം ക്വാഡ്രിസെപ്സിൽ തന്നെ ആ മസിൽ തന്നെ പല ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് മസിൽസിന് വേണ്ടിയുള്ള ഒരു ടാർഗറ്റ് എക്സസൈസ്, അതായത് ആ മസിൽ ഗ്രൂപ്പിലുള്ള എല്ലാ മസിൽസിനെയും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള എക്സസൈസ് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പ്ലീസ് ഇൻവോൾവ് വെറൈറ്റി ഇൻ ദ എക്സസൈസ്. നമ്മൾ ചെയ്യുന്ന എക്സസൈസിൽ വെറൈറ്റി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ആ ഒരു മൊണോട്ടോണി ഫീൽ ചെയ്യില്ല, നമുക്ക് ആ ഒരു മടുപ്പ് തോന്നില്ല. അപ്പോൾ അതിനകത്ത് എന്നും ഒരു പ്രത്യേകത ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ ഒരു പുതുമയുണ്ടാവും. അപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്യുന്ന എക്സസൈസിൽ ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവരിക. ആ വെറൈറ്റിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും അതിനിടയിലുള്ള കൃത്യമായിട്ടുള്ള റിക്കവറി പ്ലാൻ ചെയ്തിരിക്കണം. അതായത് നമ്മുടെ സെലക്ട് ചെയ്യുന്ന എക്സസൈസിലുള്ള പ്രോപ്പർ അതിൻ്റെ അഡിക്വേറ്റ് റിക്കവറി കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സസൈസ് എഫക്റ്റീവായി മാറില്ല. ഇപ്പം നമ്മൾ ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഉള്ള സ്പെസിഫിക് ഇൻ്റർവൽ, ആ സ്പെസിഫിക് ഇൻ്റർവൽ ഗ്യാപ്പ് കൊടുത്താൽ മാത്രമേ ആ ഒരു റിക്കവറി ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള എക്സസൈസ് നമ്മൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ എക്സസൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമ്മുടെ എക്സസൈസ് വളരെ എഫക്റ്റീവായി മാറും, നമ്മുടെ എക്സസൈസ് പ്രോഗ്രാം തന്നെ എഫക്റ്റീവായി മാറും, നമ്മൾ ചെയ്യുന്ന എക്സസൈസിന് ബെറ്റർ റിസൾട്ട് ഉണ്ടാവും. ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻറ്റ്, അല്ലെ എന്താണ് സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫിറ്റ്നസ് അസസ് ചെയ്യുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന രണ്ട് ഫിറ്റ്നസ് കമ്പോണൻസ് ആണ് ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻറ്റ്, സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻറ്റ്. ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാത്ത ഒരാളും, പലപ്പോഴും നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അയാൾ ഫിറ്റ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഫിറ്റായിട്ട് ഇരിക്കാനുള്ള ഒരാൾക്ക് വേണ്ട ഫിറ്റ്നസ് കമ്പോണൻസും മറിച്ച് ഒരു സ്പോർട്സ് ചെയ്യുന്ന ആൾക്ക് വേണ്ട ഫിറ്റ്നസ് കമ്പോണൻസും ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ്. അപ്പോൾ സപ്പോസ് ഒരാൾ ഫിറ്റ് ആണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശരാശരി ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസ് 5 കമ്പോണൻസ് ഉണ്ട്. ഈ 5 കമ്പോണൻസിൽ അതേപോലെ ഫിറ്റ്നസ് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് ഫസ്റ്റ് കമ്പോണന്റ് ആണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് വെച്ചാൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരുപാട് നേരം ദീർഘദൂരം ചെയ്യാനായിട്ട് സാധിക്കും, ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ടൈം അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ഫറ്റീഗ്. അതിനെയാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ടും ലങ്സും ഒരുപാട് നേരം വർക്ക് ചെയ്യുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് അവിടെ തളരാതെ ഒരുപാട് നേരം നമ്മളെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് നമ്മുടെ ഫിറ്റ്നസിന്റെ ഒരു പ്രധാന അളവ് പോലെ തന്നെയാണ്. കാരണം നമ്മുടെ വൈറ്റൽ ഓർഗനായ ഹാർട്ടാണ് നമ്മുടെ ബോഡിയിലെ എൻറ്റയർ പാർട്ടിലേക്കും ബ്ലഡ് എത്തിക്കുന്നത്. ആ ബ്ലഡിലൂടെയാണ് നമ്മുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു ശരാശരി ആരോഗ്യം തീർച്ചയായിട്ടും കൈവരിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ തന്നെയാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻറ്റിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ തന്നെയാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കാർഡിയോ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവും ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ തീർച്ചയായിട്ടും കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് സഹായിക്കും എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മുടെ കാർഡിയോ വർക്കൗട്ടിൽ വരുന്നത്? അപ്പോൾ കാർഡിയോ എക്സസൈസിൽ വരുന്ന ഇവൻസ് എന്ന് പറയുന്നത് നമ്മുടെ വാക്കിംഗ് ഒരു കാർഡിയോ ആണ്, അതായത് റണ്ണിങ് ഒരു കാർഡിയോ ആണ്, തീർച്ചയായിട്ടും സൈക്ലിംഗ് കാർഡിയോ ആണ്, സ്വിമ്മിങ് കാർഡിയോ ആണ്, റോയിങ് കാർഡിയോ ആണ്, ദെൻ
എയറോബിക്സ് ആൻഡ് സുംബ എക്സസൈസസ്. അതായത് ഏത് ആക്ടിവിറ്റി ആണോ നമ്മൾ കുറേ നേരം ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതായത് നമ്മുടെ ഹാർട്ടും ലങ്സും ഉപയോഗിച്ച് ഒരുപാട് നേരം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്കതിനെ തീർച്ചയായിട്ടും കാർഡിയോ എക്സസൈസിന്റെ പരിധിയിൽ കൊണ്ടുവരാം. തീർച്ചയായിട്ടും എല്ലാ കാർഡിയോ എക്സസൈസും നമ്മൾ 20 മിനിറ്റിൽ കുറയാതെ ചെയ്യുമ്പോഴാണ്, സപ്പോസ് റണ്ണിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ജോഗിങ് ആണെങ്കിൽ 20 മിനിറ്റിൽ കുറയാതെ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും അത് എഫക്റ്റീവ് കാർഡിയോ ആയി മാറുന്നത്. സപ്പോസ് വാക്കിംഗ് ആണെങ്കിൽ 45 to 50 മിനിറ്റ്സ് ഒരു മിനിമം ഡ്യൂറേഷൻ ആണ്. അതിൽ താഴെ വന്നാൽ അത് തീർച്ചയായിട്ടും കാർഡിയോ ആയി മാറില്ല. ഇങ്ങനെ ഓരോ എക്സസൈസും ഈ പറഞ്ഞ കണക്ക് വാക്കിംഗ്, റണ്ണിങ്, സ്വിമ്മിങ്, റോയിങ്, സൈക്ലിംഗ്, ഇതെല്ലാം തീർച്ചയായിട്ടും കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസിന്റെ പരിധി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ എക്സസൈസുകൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് പാരാമീറ്റർ ആയ നമ്മുടെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, അത് തീർച്ചയായിട്ടും നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റിലെ രണ്ടാമത്തെ പാരാമീറ്റർ ആണ് മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയും. മസ്കുലാർ സ്ട്രെങ്ത് എന്ന വാക്കിൽ തന്നെയുണ്ട് നമ്മുടെ മസിൽസിന്റെ എബിലിറ്റി ടു ഓവർകം റെസിസ്റ്റൻസ്. അതായത് നമുക്ക് റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനുള്ള നമ്മുടെ മസിൽസിന്റെ കഴിവിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും മസ്കുലാർ സ്ട്രെങ്ത് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഫോഴ്സ് നമ്മുടെ ഒരു മസിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മസിൽ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതിനെയാണ് തീർച്ചയായിട്ടും മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും മസ്കുലാർ സ്ട്രെങ്തിനുള്ള ഫിറ്റ്നസ് കമ്പോണന്റ് വേണം. കാരണം മസ്കുലാർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം നമ്മുടെ ബോൺസ് ആണ് ഒന്നല്ലെങ്കിൽ രണ്ടോ മൂന്നോ ബോൺസ് ചേരുമ്പോഴാണ് ഒരു ജോയിന്റ് ആവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ജോയിന്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ജോയിന്റ് ഉണ്ടാവുന്ന മസിൽസ് തന്നെയാണ്. അപ്പൊ ആ മസ്കുലാർ സ്ട്രെങ്ത് ആണ് നമ്മുടെ ആ ജോയിന്റിന് മോർ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മസ്കുലാർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം. ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് തന്നെയാണ് മസ്കുലാർ സ്ട്രെങ്ത്. അപ്പൊ മസ്കുലാർ സ്ട്രെങ്ത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസസ് എല്ലാം മസ്കുലാർ സ്ട്രെങ്തിന്റെ പരിധി വരും. അതായത് നമ്മുടെ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നമ്മുടെ മസിൽസിനെ ഫോഴ്സ് ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസ് അല്ല അതിനകത്ത് വരും. തീർച്ചയായിട്ടും നമ്മൾ 1 hour എക്സസൈസ് അല്ല, നമ്മൾ ചെയ്യുന്ന വെയിറ്റ് ഉപയോഗിച്ചും നമ്മളെ ഓൺ ബോഡി വെയിറ്റിലും നമ്മൾ ഓവർകം ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതെല്ലാം നമ്മുടെ മസ്കുലാർ സ്ട്രെങ്ത് എക്സസൈസിന്റെ പരിധി തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയാൻ തീർച്ചയായിട്ടും നമുക്ക് സ്ക്വാട്ട് ഒരു മസ്കുലാർ സ്ട്രെങ്ത് എക്സസൈസ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് ഉണ്ട്. നമ്മുടെ പുഷപ്സ്, അതിനകത്ത് മസ്കുലാർ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസിന്റെ എബിലിറ്റി എക്സസൈസ് ചെയ്യാൻ, നമ്മുടെ മസിൽസിന് ഭാരം ഉയർത്താനുള്ള കഴിവ്, അതാണ് നമ്മൾ തീർച്ചയായിട്ടും മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസിന്റെ രണ്ടാമത്തെ പാരാമീറ്റർ ആണ് മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞത് തേർഡ് വൺ ഈസ് മസ്കുലാർ എൻഡ്യൂറൻസ്. മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിന്റെ കഴിവ്, അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം, കുറച്ച് നേരം, അധിക നേരം ചെയ്യാനുള്ള നമ്മുടെ മസിൽസിന്റെ കഴിവിനെയാണ് മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. നമുക്ക് തളർച്ചയില്ലാതെ ഒരുപാട് നേരം നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ നമ്മളെ മസിൽസ് സഹായിക്കുമെങ്കിൽ അത് നമ്മുടെ മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മസ്കുലാർ എൻഡ്യൂറൻസ് എന്നുള്ള ഫിറ്റ്നസ് കമ്പോണന്റ് അറ്റൈൻ ചെയ്യേണ്ടതാണ്. നമുക്ക് കുറേ നേരം ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ, സപ്പോസ് ആ ആക്ടിവിറ്റിക്ക് പ്രൊലോങ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തളർച്ച വരാതെ ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ് മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന കമ്പോണന്റ്. അപ്പോൾ നമ്മളെല്ലാവരും ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് വരുന്ന പാരാമീറ്ററിൽ മസ്കുലാർ എൻഡ്യൂറൻസ് എല്ലാവരും ബിൽഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മസ്കുലാർ എൻഡ്യൂറൻസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സിറ്റപ്സ്, കിടന്ന് ചെയ്യുന്ന സിറ്റപ്സ്, പ്ലാങ്ക്, ഇതെല്ലാം തീർച്ചയായിട്ടും മസ്കുലാർ എൻഡ്യൂറൻസിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റികൾ നമ്മളെ മസിൽസിന്റെ എൻഡ്യൂറൻസ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് നേരം എക്സസൈസ് ചെയ്യാനുള്ള കഴിവ് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ്. അപ്പം നാലാമത്തെ കമ്പോണന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ആ വാക്ക് എന്ന് പറയാൻ ബി ഫ്ലെക്സിബിൾ, അതായത് നമ്മുടെ ഒരു ജോയിന്റ് മാക്സിമം മൂവ്മെന്റ് റേഞ്ച് ഓഫ് മോഷനിൽ മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയുടെ ഗുണം കൊണ്ടാണ്. സോ ഫ്ലെക്സിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് the ability of the joint to produce maximum range of motion, അല്ലെങ്കിൽ maximum range of movement in a joint is called as flexibility. നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുന്തോറും ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഫ്ലെക്സിബിലിറ്റി കൂടുന്തോറും നമുക്ക് ഇഞ്ചുറി ചാൻസ് കുറയും. അതായത് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോഴാണ് നമ്മൾ മസിൽസിന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ജോയിന്റ് മാക്സിമം ഫ്ലെക്സിബിൾ ആവുക എന്ന് വെച്ചാൽ ആ ജോയിന്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മസിൽസ് എല്ലാം മാക്സിമം സ്ട്രെച്ചിങ് എത്തും എന്നുള്ളതാണ്. നമ്മൾ പ്രായമാകുന്നതെന്ന് പറയുന്നത് തന്നെ, ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് ചുരുങ്ങുന്ന ഒരു പ്രവണതയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ അവരെ എന്ത് ആക്ടിവിറ്റിയാണ് ആദ്യം തുടങ്ങുന്നത് വെച്ചാൽ ബേസിക്കലി 5 വയസ്സാകുമ്പോൾ തന്നെ തുടങ്ങുന്ന ആക്ടിവിറ്റി സ്വിമ്മിങ്, ജിംനാസ്റ്റിക്സുമാണ്. അത് ബേസിക്കലി ഫ്ലെക്സിബിലിറ്റി ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ കൊച്ചുനാളിലെ ഫ്ലെക്സിബിലിറ്റി ബിൽഡ് ചെയ്താൽ അത് കുറച്ച് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആവും. നല്ല ഫ്ലെക്സിബിൾ ആയാൽ നമുക്ക് നല്ല മൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇഞ്ചുറി വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റിൽ വരുന്ന ഒരു പ്രധാന കമ്പോണന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യണം. ഫ്ലെക്സിബിലിറ്റി ചെയ്യാൻ നമുക്ക് 2 ടൈപ്പ് സ്ട്രെച്ചിങ് പ്രധാനമായിട്ടും പറയുന്നത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ് ഡൈനാമിക് സ്ട്രെച്ചിങ് ഉണ്ട്, സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഉണ്ട്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ മസിൽസ്. ഡൈനാമിക് സ്ട്രെച്ചിങ്ങിന്റെ ഒരു ഇസെൻട്രിക് കോൺട്രാക്ഷൻ ആണ്, ദർ ഇസ് ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓഫ് ദ മസിൽസ്. അപ്പം ഈ 2 ടൈപ്പ് ഓഫ് സ്ട്രെച്ചിങ് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഏർലി മോർണിംഗ് നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്താൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റിലെ 4ാമത്തെ പാരാമീറ്ററായ ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൂട്ടുക. നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ കൂടും. അപ്പോൾ നമ്മുടെ മസിൽസിന്റെ എലാസ്റ്റിസിറ്റി കൂടും. വി വിൽ ബി മോർ ആക്റ്റീവ്. ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസിലെ 5ാമത്തെ കമ്പോണന്റ് ആണ് ബോഡി കോമ്പോസിഷൻ. ബോഡി കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിലുള്ള ഫാറ്റ്, മസിൽസ്, ബോൺ, വാട്ടർ ആൻഡ് അതർ ടിഷ്യൂസ് ഇൻ ദ ബോഡി. അല്ലെങ്കിൽ നമുക്ക് ബോഡി കമ്പോസിഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ബോഡി ഫാറ്റ് റിലേറ്റഡ് ടു ഫാറ്റ് ഫ്രീ മാസ്. അപ്പം തീർച്ചയായിട്ടും ഇതിനെയാണ് നമ്മൾ ബോഡി കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസിന്റെ കണക്ക് തന്നെയാണ് സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ശരാശരി ആള് അല്ലെങ്കിൽ സാധാരണക്കാരൻ ഫിറ്റ് ആയിട്ടിരിക്കാൻ തീർച്ചയായിട്ടും ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റിന്റെ 5 പാരാമീറ്ററാണ് വേണ്ടത്. എന്നാൽ ഒരാൾ സ്പോർട്സ് റിലേറ്റഡ് കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ വേണ്ട കമ്പോണൻസ് ആണ് സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ്. അതിനകത്ത് നമുക്ക് 6 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്നാമത്തേതാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എബിലിറ്റി ടു കവർ മാക്സിമം ഡിസ്റ്റൻസ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ബോഡി കുറച്ചും കൂടെ ക്വിക്ക് ആക്കാൻ, അതായത് നമ്മുടെ ബോഡി കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് കുറച്ച് സമയത്തുള്ളിൽ കവർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് സ്പോർട്സ് റിലേറ്റഡ് കമ്പോണന്റ് തന്നെയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്പോർട്സ് ചെയ്യുന്നതിൽ നമുക്ക് ബേസിക് ഒരു സ്പീഡ് ഉണ്ടായിരിക്കണം. ആ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്പോർട്സ് റിലേറ്റഡ് കമ്പോണൻസ് വരുന്ന ഒന്നാമത്തെ പാരാമീറ്റർ ആണ് സ്പീഡ്. 2ാമത്തെ പാരാമീറ്റർ ആണ് എജിലിറ്റി എന്ന് പറയും. എജിലിറ്റി മീൻസ് ഇറ്റ് ഇസ് ആബിലിറ്റി ടു ചേഞ്ച് ഡയറക്ഷൻ ക്വിക്ലി. നമുക്ക് നമ്മുടെ ബോഡി ഒരു ദിശയിൽ പോകുമ്പോൾ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എജിലിറ്റി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് റിലേറ്റഡ് കമ്പോണന്റ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും എജിലിറ്റി എന്ന ഫാക്ടർ ബിൽഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് പവർ. പവർ എന്ന് പറയുന്നത് സ്പീഡും സ്ട്രെങ്തിന്റെയും കോമ്പിനേഷൻ ആണ് പവർ എന്ന് പറയുന്നത്. നമ്മൾ സ്പീഡും സ്ട്രെങ്തും നമുക്ക് ഒരേ കണക്ക് ജനറേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഇക്വാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് പവർ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, 4th വൺ ഈസ് റിയാക്ഷൻ എബിലിറ്റി. അതായത് റിയാക്ഷൻ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി ടു റിയാക്ട് ടു സിഗ്നൽ ഫാസ്റ്റർ. നമ്മൾ പെട്ടെന്ന് ഒരു സിഗ്നലിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾ 100 മീറ്റേഴ്സ് സ്റ്റാർട്ടിൽ നമ്മൾ അത്ലറ്റ് ചെയ്യുമ്പോൾ ആ ഗൺ ഷോട്ടിൽ തന്നെ ക്വിക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് കിട്ടും. തീർച്ചയായിട്ടും അത് ഒരു അത്ലറ്റിന് റിയാക്ഷൻ എബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ബോഡി ഒരു സിഗ്നലിനെതിരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും റിയാക്ഷൻ എബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോർഡിനേറ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ. അതായത് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു മൂവ്മെന്റ് എഫിഷ്യൻസി ആയിട്ടും പ്രിസൈസോടെയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കോർഡിനേറ്റീവ് എബിലിറ്റി എന്ന് പറയും. അതായത് കോർഡിനേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ കഴിവാണ്. ഡിഫറെന്റ് മൂവ്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ കഴിവാണ് നമ്മുടെ കോർഡിനേറ്റീവ് എബിലിറ്റി. തീർച്ചയായിട്ടും നമ്മുടെ കോർഡിനേറ്റീവ് എബിലിറ്റി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ലാസ്റ്റ് വൺ ഈസ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. ബാലൻസ് എന്ന് പറയാൻ നമ്മളെ ബോഡിയെ സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ. നമുക്കറിയാം, നമുക്ക് ബോഡി ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ എൻറ്റയർ പാർട്ടും കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ഒരേ കണക്ക് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയെ സ്റ്റേബിൾ ആക്കാൻ സാധിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസ് ഒരു ശരാശരി ഒരു സാധാരണക്കാരന് തീർച്ചയായിട്ടും ഫിറ്റ്നസ് അസസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റും ഒരു സ്പോർട്സ് പേഴ്സന്റെ ഫിറ്റ്നസ് അസസ് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ്. അപ്പോൾ നമുക്ക് ഈ ഫിറ്റ്നസിന്റെ 2 പാരാമീറ്റർ ഉണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റും സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് ബേസിക് ഫിറ്റ്നസിന്റെ ആ ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശരാശരി ഫിറ്റ്നസ്. അതായത് ഞാൻ രണ്ട് ഒരു സാധാരണക്കാരൻ ഒരു സ്പോർട്സ് ചെയ്യുന്ന ആൾ, ഈ 2 പാരാമീറ്റർ 2 ഏരിയയിൽ തീർച്ചയായിട്ടും നമ്മൾ എംബസൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫിറ്റ്നസ് ബിൽഡ് ചെയ്യണം.